നിശ്ചയമായിട്ടും നമ്മൾ ഒരു ദിവസം തിരിച്ചറിയും കേട്ടോ. നമ്മുടെ ഓട്ടം എല്ലാം കഴിഞ്ഞ്, ഉടമ്പടി എല്ലാം കഴിഞ്ഞ്, തൂപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പം നമ്മൾ മനസ്സിലാകും കർത്താവ് എവിടായിരുന്നു ശരിക്കും. ഈ വിരലിനിടയിൽ കൂടി ഊർന്നു പോകുന്ന സത്യം എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഒരു കുഷ്ഠരോഗിയുടെ കണ്ണുനീര്, അവൻ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുക്ക പോയി അവൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചപ്പോൾ യേശു എന്താ ചെയ്തത്? കർത്താവ് അവൻ്റെ കണ്ണുനീര് തുടയ്ക്കുകയാണ് ചെയ്തത്. യേശു തുടയ്ക്കുന്നത് പോലെ ഈ ലോകത്ത് ഒരു മനുഷ്യനും കണ്ണീര് തുടയ്ക്കത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 60-70 വയസ്സായവർക്ക് ഇച്ചിരൂടെ മനസ്സിലാവും. ആര് കണ്ണുനീര് തുടച്ചാലും നാളെ ആ തുടച്ചതിൻ്റെ കണക്ക് പറയും. നിങ്ങൾ ഈ കുമ്പസാരത്തിന് വന്ന് മുട്ടുകൂത്തി നിങ്ങളുടെ ഹൃദയം പകരുമ്പം കർത്താവ് കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദിവ്യാനുഭവമുണ്ട്. കുർബാനയൊക്കെ പടിഞ്ഞാറോട് എഴുന്നള്ളിക്കുമ്പോൾ നമ്മൾ പറയില്ല, നിന്റെ വലം കൈ നീട്ടി ഇവരെ അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ കൈയല്ല